Hi, Namaste. Welcome back, viewers. Welcome back to my channel, Mintra. Forex market എങ്ങനെ ആക്യുറേറ്റ് ആ ട്രേഡ് എടുക്കാം, അതിൽ സ്കാൽപ്പിങ്ങിൻ്റെ 5 മിനിറ്റ്സിൻ്റെയും 30 മിനിറ്റ്സിൻ്റെയും ട്രേഡ്, ഇന്നത്തെ ട്രേഡ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 5th നമുക്ക് ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അപ് ട്രെൻഡാണ്. മോർണിംഗിൽ തുടങ്ങി മാർക്കറ്റ് കണ്ടിന്യൂഷൻ പോയി 2 ദിവസമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂഷൻ പോയിരിക്കുകയാണ്. ഇന്നലെ നമുക്ക് മാർക്കറ്റ് നല്ലൊരു ബൈ ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഈവനിങ് സെക്ഷനിൽ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റ് മോർണിംഗിൽ തുടങ്ങി നമുക്ക് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക്ഔട്ട് അടിച്ച് മാർക്കറ്റിൽ കയറിക്കുക നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ, അതേപോലെ സിൽവർ ആണെങ്കിലും അതേപോലെ തന്നെയാണ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 2 ദിവസത്തെ അപ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷനിൽ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ 4th നമുക്ക് തന്ന സിഗ്നലാണ്, അതിൽ നമുക്ക് മോർണിംഗ് ടൈമിൽ തന്ന സിഗ്നലാണ്. മോർണിംഗ് ടൈമിൽ നിന്ന് മാർക്കറ്റ് കയറി കണ്ടിന്യൂഷൻ ആയിട്ട് 2 ദിവസമായിട്ട് അപ് ട്രെൻഡ് തന്നെ തുടരുകയാണ്. അതിൽ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷന് 8.1. അതിൽ 30 മിനിറ്റ്സിൽ ആദ്യം ഞാൻ ഗോൾഡിൻ്റെ സിൽവർ 30 മിനിറ്റ്സ് കാണിച്ചിട്ട് ഞാൻ 5 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. 5 മിനിറ്റ്സ് നമുക്ക് സ്കാൽപ്പിംഗ് ആണ്, നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ട്രേഡ് കയറാം. പക്ഷേ അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 30 ടൈം ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ട് പോകുന്ന ട്രേഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. അതിന് ഏറ്റവും എക്സാമ്പിൾ ഗോൾഡിന് ഇന്നലത്തെ ട്രേഡാണ്. ഇന്നലത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ അതിൽ മോർണിംഗ് ടൈമിൽ ബൈ നല്ല രീതിയിലുള്ള മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോരുന്നില്ല. മാർക്കറ്റ് ഭയങ്കരമായിട്ട് നമുക്കൊരു ട്രേഡ്, അതായത് മാർക്കറ്റ് മേലിലേക്ക് കയറുന്നുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ അടിക്കുന്നുണ്ടായിരുന്നു. നല്ല പോയിന്റ് വിട്ട് തരാത്തൊരു മാർക്കറ്റായിരുന്നു ഇന്നലെ മോർണിംഗ് സൈഡിൽ. 2 ദിവസത്തെ അതിന് മുമ്പത്തെ മോർണിംഗ് ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇന്നലത്തെ മോർണിംഗിൽ തന്നെ ബൈസിക്കിൾ തന്നിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് കയറിയെങ്കിലും സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് തരാതെ ഇടയ്ക്ക് തിരിച്ച് മാർക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇറങ്ങാൻ നോക്കിയതിന് ശേഷം പിന്നെ അപ്പോൾ നമ്മുടെ 30 മിനിറ്റ്സ് അവിടെ ബൈ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. മാർക്കറ്റ് നമുക്കത് ഈവനിങ് സെക്ഷനിൽ മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് കയറുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വൈറ്റ് കളറിൽ നമുക്ക് മാർക്കറ്റ് എക്സിറ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തന്നു. അത് തിരിച്ച് മാർക്കറ്റ് എഗെയിൻ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറി. ഇന്നും മാർക്കറ്റ് അതേപോലെ മാർക്കറ്റ് തുടരുകയാണ്. മോർണിംഗ് തന്നെ റെസിസ്റ്റൻസ് അടിച്ചു കയറി മാർക്കറ്റ് മുകളിലേക്ക് കയറി 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് ചെറിയൊരു ട്രേസ്മെൻറ്റ് പുൾ ബാക്കിലേക്ക് കാണിക്കുന്നു. പക്ഷേ മാർക്കറ്റ് തിരിച്ചൊരു സെൽ സൈഡിലേക്ക് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ 5 മിനിറ്റ്സിലെ ട്രേഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടുമുണ്ട്. ചെറിയൊരു മാർക്കറ്റ് ഡൗണിലേക്ക് നമുക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മാർക്കറ്റ് 6 പോയിന്റുള്ള ചെറിയൊരു ഡൗൺ സൈഡ് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. അപ്പോൾ സ്കാൽപ്പ് ചെയ്യുന്ന ഇപ്പോൾ ചെറിയ പോയിന്റുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷെ സ്ട്രോങ് ആയിട്ടൊരു നമുക്ക് ഡൗൺ ട്രെൻഡിലേക്ക് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് 30 മിനിറ്റ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ട്രേഡ് തരാത്തത്. 30 മിനിറ്റ്സ് ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും നമുക്ക് രണ്ടിലും മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിട്ടൊരു ഡൗൺ സൈഡ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു ഡൗൺ ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ തന്നിട്ടില്ല. പക്ഷേ നല്ല ഒരു ആക്യുറേറ്റ് എൻട്രിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ ട്രേഡ് എടുക്കണം, നമുക്ക് ബൈ സൈഡ് എക്സിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം, നെക്സ്റ്റ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇത് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നല്ലൊരു 100 പോയിന്റ്സിന് മേളിൽ കയറിയിട്ടുണ്ട്. ഗോൾഡ് നല്ല റിട്ടേൺസ് ആയിരുന്നു, കണ്ടിന്യൂ ചെയ്തവർക്ക് നല്ല റിട്ടേൺസ്. ഇന്ന് തന്നെ നല്ലൊരു എൻട്രി കിട്ടി. ഇന്ന് തന്നെ മോർണിംഗിൽ തന്നെ എടുത്തവർക്ക് തന്നെ നമുക്ക് 4084 മാർക്കറ്റ് കയറിപ്പോയതാണ്. നമുക്ക് ഇപ്പോൾ എക്സിറ്റ് ചെയ്താലും നല്ല റിട്ടേൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഗോൾഡിൽ 5 മിനിറ്റ്സിൽ നമുക്കത് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ മോർണിംഗ് സൈഡിലൊരു ഡൗൺ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അവിടെ ബൈ വന്നിട്ട് പിന്നെ എഗെയിൻ ഇറങ്ങി ഡൗൺ സൈഡ് തന്നതിന് ശേഷമാണ് പിന്നെ കയറിപ്പോയത്. ഇപ്പോൾ ഇവിടെ 2 സൈഡുകളും നമുക്ക് നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ നമുക്ക് ബൈ സൈഡ് കിട്ടിയിരുന്നില്ല, പക്ഷേ സെൽ സൈഡ് കറക്റ്റായിരുന്നു. പക്ഷേ അത് ഒരുപാട് ഇറങ്ങാതെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് വന്ന ബൈ നല്ല ആക്യുറേറ്റ് ആയിട്ട് 2-3 പ്രാവശ്യം നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറുകയാണ്. നല്ല റിട്ടേൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് വന്ന സിഗ്നൽ നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ പോരുന്നില്ല. അപ്പോൾ ഇതാണ് 5 മിനിറ്റ്സിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ സിഗ്നലും സക്സസ് ആവത്തില്ല. അപ്പോൾ അത് എടുക്കുന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് 30 മിനിറ്റ്സും കൂടെ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫേക്ക് ആയിട്ട് പോകുന്ന ഇതുപോലത്തെ കുറേ ട്രേഡുകൾ അവോയ്ഡ് ചെയ്യാം നമുക്ക്. അതേപോലെ സിൽവറിൽ നോക്കുകയാണെങ്കിൽ സിൽവറിൽ നമുക്ക് മോർണിംഗ് സൈഡ് ഡൗൺ തന്നെ തുടരുകയായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ബൈ സൈഡ് കിട്ടിയിരിക്കുന്നത്. ബൈ സൈഡ് നമുക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. മോർണിംഗ് സൈഡിൽ എടുക്കാത്തവർക്ക് നെക്സ്റ്റ് രണ്ടാമത്തൊരു ബ്രേക്ക് ഔട്ടിലും നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെറിയ രീതിയിൽ മാർക്കറ്റ് ഡൗൺ, പക്ഷേ ഡൗൺ സ്ട്രോങ് അല്ല എന്ന് കാണിക്കുമ്പോഴേ നമുക്ക് അവിടെ സൈഡ് വേസ് ആണെന്ന് വ്യക്തമാക്കി തന്നിരിക്കുന്ന നമുക്ക് എക്സ്ട്രാ കളർ കോമ്പിനേഷൻ അവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ചെറുത് രീതിയിൽ ഡൗൺ ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു പോയിന്റ് അല്ലാത്തതുകൊണ്ടാണ് നമുക്കവിടെ 5 മിനിറ്റ്സിൽ അത് എക്സ്ട്രാ കളറിലേക്ക് അത് ഫോം ആവുന്നത്. അതിൽ 30 മിനിറ്റ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അതിലിപ്പം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, നമുക്ക് സെല്ലിൻ്റെ ഇൻഡിക്കേഷനൊക്കെ തന്നിട്ടില്ല. ബൈ എക്സിറ്റ് ചെയ്യാനുള്ളൊരു പോയിന്റാണ് നമുക്ക് കിട്ടിക്കുന്നത്. ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ നമുക്ക് സൈഡിൽ ട്രെൻഡും മാറുന്നതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.